ഒരു കുറുക്കനെ തണുപ്പിൽ മീനുകൾ ശേഖരിച്ചാണ് തിന്നാറ്. ഒരു ദിവസം വണ്ടിയിൽ നിന്ന് കുറച്ച് മീനുകൾ മോഷ്ടിച്ച് ഗുഹയിലേക്ക് പോവുകയായിരുന്നു. കുറുക്കനോട് ദേഷ്യമുള്ള ഒരു ചെന്നായ കുറുക്കനെ തന്നെ തിന്നണമെന്നുള്ള വൈരാഗ്യം വെച്ച് പിന്നാലെ കൂടി. ചെന്നായ കുറുക്കന്റെ ഗുഹയിലേക്ക് തലയിട്ട് മീൻ തരുമോ എന്ന് ചോദിച്ചപ്പോൾ കുറുക്കൻ 2 മീൻകുട്ടികളെ എറിഞ്ഞു കൊടുത്തു. ചെന്നായ എന്നെയും മീൻ പിടിക്കാൻ പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു. രണ്ടുപേരും തണുത്തുറഞ്ഞ നദിയുടെ മുകളിലേക്ക് പോയി ഐസ് കട്ട കുത്തി ഓട്ടയുണ്ടാക്കി. ഈ വാലുണ്ടല്ലോ, ഇത് കുഴിയുടെ ഉള്ളിലേക്ക് ഇട്ട് വെച്ചാൽ ചൂണ്ടയിട്ട പോലെ മീനുകൾ കുടുങ്ങുമെന്ന് കുറുക്കൻ പറഞ്ഞു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ചെന്നായയെ മഞ്ഞിൽ വിട്ടിട്ട് പോയി. പാവം ചെന്നായ രാത്രി മുഴുവൻ തണുപ്പിലിരുന്നു. വണ്ടി പോയിട്ട് ഒരു അണ്ടിപ്പരിപ്പ് പോലും കിട്ടിയില്ല. രാവിലെ എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ വാലിതേ മഞ്ഞിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഡ്രസ്സ് ഉണക്കാൻ വന്ന സ്ത്രീകൾ ചെന്നായ കണ്ട് വടി കൊണ്ട് അടിച്ച് പരിപ്പിളക്കി. ചെന്നായ ജീവനം കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ദേഷ്യത്തോടെ കുറുക്കന്റെ അടുത്തെത്തി, നിന്റെ ചതി കാരണം എന്റെ വാല് പോയി. കുറുക്കൻ തിരിച്ചു പറഞ്ഞു, മോനെ നീ അതൊക്കെ വിട്, ഇന്ന് ഗ്രാമത്തിലൊരു കല്യാണം ഉണ്ട്, നല്ല ബീഫ് റോസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഒളിച്ച് അതിന്റെ ഉള്ളിൽ കയറി. പുറത്തുനിന്ന് കുറുക്കന്മാര് ഓരിയിടുന്ന ഒച്ച കേട്ട് കുറുക്കൻ പുറത്തേക്ക് പോയി ഒച്ചത്തിൽ ഓരിയിട്ടു. ആളുകൾ അത് കേട്ട് ഓടി വന്ന് ചെന്നായയാണ് പിന്നെയും പിടിച്ചടിച്ചത്. കുറുക്കൻ ഒളിച്ച് ഇതെല്ലാം കണ്ടു. കുറുക്കൻ തണുത്ത വെള്ളത്തിൽ ചാടി ശരീരം പുല്ലുകൊണ്ട് മൂടി പരിക്കേറ്റ പോലെ അഭിനയിച്ചു. ചെന്നായ വന്ന് കണ്ടപ്പോ കുറുക്കൻ പറഞ്ഞു, നിന്നെ രക്ഷിക്കാനായിരുന്നു ഞാൻ വന്ന്, പക്ഷെ അവരെന്നെ പിടിച്ചടിച്ചു. ചെന്നായ വീണ്ടും വിശ്വസിച്ചു. കുറുക്കനെ പുറത്ത് കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോയി. ഗുഹയിലെത്തിയതും കുറുക്കൻ പെട്ടെന്ന് മാളത്തിലേക്ക് ചാടി. ചെന്നായ കാലിൽ പിടിച്ചപ്പോ കുറുക്കൻ വീണ്ടും പറ്റിച്ചു. അതെന്റെ കാലല്ലട മണ്ട, മരത്തിന്റെ വേരാണ്. നിങ്ങൾ ഇതിൽ കുറുക്കനാണോ അതോ ചെന്നായാണോ എന്ന് കമന്റ് ചെയ്യൂ.